അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടല വറക്കാൻ പോവുകയാണ്. ഇവിടെ ആണെങ്കിൽ മുറുക്കും ഒന്നും കിട്ടുന്നില്ല. ബേക്കറി ആണെങ്കിൽ ഒന്നുമില്ല. ഇപ്പം ഈ ലോക്ക്ഡൗൺ ടൈമിൽ കടല വറുത്ത് ഒരു കട്ടൻ ചായയും കൂടെ ചേർത്ത് കുടിക്കാൻ പോവുക. ഈ 4 മണി സമയത്ത്, 5 മണിയായി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നോക്കാം. ഈ കടല വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് ഒരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ സ്വന്തം രീതിയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ റെസിപ്പി എൻ്റെ റെസിപ്പി അല്ല, ജോസൻ്റെ സ്വന്തം റെസിപ്പിയാണ്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ ഇവിടെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്ലോപ്പായിരിക്കും, കൊള്ളത്തില്ല എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു വെറുതെ കടല കളയാൻ, ഒന്നാമത് ഇവിടെ ഇച്ചിരിയും കടലേ ഉള്ളൂ. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഒന്ന് തിന്ന് നോക്ക് എന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന്. സംഭവം നല്ലതായിരുന്നു, പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തിന്നുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ പുറത്ത് പോയി മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളപ്പം കടല ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളക്കടല വേണേൽ അതും എടുക്കാം, ഈ കടലയാണെങ്കിൽ അതും എടുക്കാം. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. ഇപ്പൊ ഇതൊക്കെ ഉള്ളു, അതുകൊണ്ട് ഇതൊക്കെ തിന്നിരിക്കാം. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കാൻ നല്ല ഗുണമുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിന് ഇടുന്ന ചേരുവകളും നല്ല രസമാണ്. അപ്പം തിന്നേച്ച് ഇങ്ങനെ ലോക്ക്ഡൗൺ ടൈമിൽ ഇങ്ങനെ തിന്നേച്ചൊക്കെ ഇരിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് പാത്രം വേണേലും എടുക്കാം. പാൻ വേണമെങ്കിൽ അതെടുക്കാം. ഇവിടെ ഒരു പഴയ മീൻചട്ടി ഉണ്ട്, അതിനകത്താണേ ചെയ്യുന്നത്. സൈഡ് ഇച്ചിരി പൊട്ടാൻ തുടങ്ങി, അതുകൊണ്ടാണ് കേട്ടോ ഇതിനൊക്കെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് തട്ടുക. ആ ജനൽ ഇച്ചിരി തുറന്നിടും, ഇപ്പൊ നമ്മളുണ്ടല്ലോ, കുരങ്ങന്മാരുടെ വരത്തില്ല. അപ്പം കടല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല കാറ്റ് വരുന്നു പുറത്തുനിന്ന്. ഇത് പുറത്ത് വെച്ചുണ്ടാക്കാന്നാ വിചാരിച്ചേ. പക്ഷെ അതിനകത്ത് പഴയ ഇത് ഞങ്ങള് കാലറി വെച്ച് ചെയ്യാന്നാ വിചാരിച്ചേ. പക്ഷെ ഈ ഇൻഡക്ഷൻ കുക്കറില് പഴയ പാനുകളൊന്നും വെക്കാൻ പറ്റത്തില്ല. പുതിയ പാൻ ഞാൻ തരത്തില്ല. ഇതിനൊക്കെ പുതിയ പാൻ യൂസ് ചെയ്താല് എന്റെ പാൻ നാമാവിശേഷമാകും. പുതിയ പാനൊന്നും എനിക്ക് തരത്തില്ല. ഞാൻ എന്തോ ചെയ്യും, പിന്നെ ഞാൻ ഈ അടുക്കളയിലും കാണാൻ നിന്ന് ചെയ്യാൻ. ജോസനാണ് എന്റെ എല്ലാ പാനിന്റെയും കോട്ടിങ് ഇളക്കിയത്. ജോസ പുതിയ പാൻ മൊത്തം പന്നലാവും. ഇതിങ്ങനെ ഇട്ടിങ്ങനെ പോറല് വീഴും. അതുകൊണ്ടാ. അല്ല എനിക്ക് എന്തെങ്കിലും ഇതുണ്ടായിട്ടാണോ? അല്ല, അത് ചെയ്താലല്ലേ പഴകത്തോളൂ. അയ്യടാ, നല്ല വറവിന്റെ മണം വരുന്നു. അപ്പൊ ഇത് നമ്മള് സാധാ കടയിന്ന് കടല വറുത്തത് മേടിക്കത്തില്ലേ, ആ സെയിം ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇത് അവസാനം വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലേ? അല്ല കരിയത്തില്ല, ഒരു മൊരിഞ്ഞ സൗണ്ട് വരും. ജോസന്റെ ഇളക്കം കടലയ്ക്കും നോവരുത്, ജോസനും നോവരുത്. അപ്പൊ ഇങ്ങനെ മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ഇടുവേ. അത് ആദ്യം ഇടണ്ട. ആദ്യം ഇട്ടാല് ഈ കരിഞ്ഞ് വരുമ്പം അത് മൊത്തം കൂടെ കരിഞ്ഞ് നമുക്ക് ചുമച്ചിവിടെ നിൽക്കാൻ പറ്റില്ല, പുകയും. അപ്പൊ നമ്മൾ കടല മുക്കാലും റെഡിയായി. ഇനി ബാക്കി കാര്യങ്ങള് എന്തൊക്കെയാ? ഈ മുളക് പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി. അതെ, ഇച്ചിരി മുളക് പൊടി ഉണ്ട്, ഒരു 1/4 ടീസ്പൂൺ. കാലൊന്നുമില്ല, ഒരു ഇച്ചിരി കളറിന് വേണ്ടി മാത്രം. മഞ്ഞപ്പൊടി വേണ്ട, ഉപ്പ് ആവശ്യത്തിന് മതി, കൂടിപ്പോവും മതി. അല്ലാതെ തിന്നാൻ രുചിയുണ്ട്. ഇനി അപ്പൊ ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളം, അല്ല സോറി 1 സ്പൂണ് വെള്ളം, 1.5 സ്പൂണ് വെള്ളം. അപ്പൊ ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയ പോരായിരുന്നു. ഇത് മൊത്തം തോണ്ടിയിടേണ്ടിയതാ. കൈ കൊണ്ടാ സ്പൂണും കൊണ്ടൊക്കെ ആക്കിക്കോ. ഞാൻ കൈ കൊണ്ടാ ചെയ്യുന്നേ. ഇതിങ്ങ് തോണ്ടി ഇടുക. അപ്പൊ ഇത് ഇതാണ്ടേ, ഇതിനകത്തൊരു ഇതങ്ങോട്ട് ഒഴിച്ചു. കൈ കഴിവ് അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിന്റെ കളറ് മാറി മുക്കാലും വെന്ത ശേഷമാണ് ഇതിട്ടത്. അപ്പൊ ഇത് മൂക്കൊക്കെ പൊത്തി വെച്ച് വേണം ഈ മുളക് ഇടുമ്പോ നമുക്ക് ചുമക്കാൻ വരും, ഒരു കാണാൻ വരുവേ. തീ കുറച്ച് വെച്ചിട്ടേ അത് ഇടാവൂ. ഒരിത്തിരി സമയം എടുക്കുന്ന പരിപാടിയാ കേട്ടോ, പെട്ടെന്ന് ആവത്തില്ല. കാരണം ഇത് നമുക്ക് വറന്ന് കിട്ടണമല്ലോ, എണ്ണയ്ക്കകത്തൊന്നും അല്ലല്ലോ നമ്മൾ വറക്കുന്നത്. ഒന്നും കൂടെ പൊട്ടും, ഒരു സൗണ്ട് വരും കേട്ടോ, പൊട്ടുന്ന സൗണ്ട്. കിർക്കിർന്നാന്നോ ടോട്ടോന്നാന്നോ എന്തെങ്കിലും ആവട്ടെ. പിന്നെ ഇതേപോലെ പഴയ പാത്രം വേണം എടുക്കാൻ കേട്ടോ. അയ്യോ, എന്നിട്ടാണ് എന്റെ നോൺ സ്റ്റിക്കെ കയറി പിടിച്ചത്. ഇച്ചിരി ഇപ്പൊ പറയുന്ന പഴയ പാത്രം ഒന്ന് കരി പിടിക്കും കേട്ടോ. അടി കറുത്തില്ല. കരി മാത്രമല്ല, നല്ല പാനിനകത്ത് എടുത്താൽ മൊത്തം പോറല് വീണ് നശിക്കും അത്. അല്ലെ ഇരുമ്പിഞ്ചിട്ടി നല്ലതാ. അപ്പൊ ഞാനതാ നിങ്ങൾക്ക് പറയാൻ, ഈ പഴയ പാനൊന്നും കളയരുത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റി വെക്കാം. എൻ്റെ കയ്യിൽ 2 പാനുണ്ട് പഴയത്. അതിനകത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ വേണ്ട, ചട്ടി തന്നെ വേണം.
അപ്പോൾ ഇത് റെഡിയായി. ഇത്രയും മതി. പൊട്ടി തുടങ്ങി. ഇനി ഈ ചട്ടിയുടെ ചൂടിനകത്ത് തന്നെ ഇരുന്ന് അത് റെഡി ആയിക്കോളും. എനിക്ക് ഈ തേയില വെള്ളത്തിനോട് അത്ര പ്രിയമില്ല. ദിവസേന വൈകിട്ട് തേയില വെള്ളമാണ് വേണ്ടേ. അപ്പോഴിത് ഗ്രാമപ്രദേശത്ത് ഒക്കെ ചിലവരൊക്കെ ചെയ്യുന്നതാണ്. തണുക്കുമ്പോൾ ഉറയ്ക്കുമേ, അതാണ് സംഭവം. നല്ല രുചിയുണ്ട്. കട്ടൻ ചായ അല്ലാതെ നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് ചവച്ചിരിക്കാം. കട്ടൻ ചായ അല്ലാതെ കടുങ്കാപ്പി ഇട്ട് കുടിക്കാം. ദിവസം ഈ കട്ടൻ ചായ. എനിക്ക് കാപ്പിയാണ് ഇഷ്ടം, കട്ടൻ കാപ്പി. കട്ടൻ ചായ നല്ലത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് എന്തുവാ ഒന്നും പറയാനില്ല. വളരെ ഈസി മെത്തേഡ്, വളരെ എളുപ്പത്തിൽ. കടല വെള്ളത്തിൽ ഇടുന്നു, കുതിരുന്നു, എടുത്തിട്ട് വറക്കുന്നു, ഉപ്പൊഴിക്കുന്നു, മുളക് പൊടി ഇടുന്നു, ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുന്നു, ഇതേപോലെ കൊണ്ടുവന്നിരുന്ന് തിന്നുന്നു, കുടിക്കുന്നു.